once again to Little Organized Life Coach with Love. അപ്പോൾ നമ്മളെ ഇപ്പോൾ ഉപദേശിക്കാനാണെങ്കിൽ ആൾക്കാർ മില്യൺസ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ആർ സറൗണ്ടിങ് അസ്, ഓരോ ഐഡിയോളജി നമ്മളിലേക്ക് തരാനായിട്ട്. അപ്പോൾ എബവ് ഓൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ട്രൂ നേച്ചറുണ്ട്, നമ്മുടെ സത്വം എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അതിനെ ദയവ് ചെയ്ത് കളഞ്ഞു കുളിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ആ ചേഞ്ച് ഓർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് നമ്മളെ വല്ലാതെ കൊളാപ്സ് ചെയ്യുന്നൊരു സംഗതിയാണ്. നമുക്കൊരു മൊറാലിറ്റി വേണം, നമ്മളൊരു എത്തിക്സ് അനുസരിച്ച് നമ്മൾ ആരെയും ഉപദ്രവിക്കാൻ പോകുന്നില്ല. ഇങ്ങോട്ട് ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ വിടത്തുമില്ല. അപ്പോൾ അതെല്ലാം സർവം സഹയായിട്ട് സഹിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന വലിയൊരു പാതകമായിരിക്കും. അപ്പോൾ ക്ഷമാസഹനം എന്നൊക്കെ പറയുന്നത് വേണം. ആസ് ഗാന്ധിജി സൈഡ്, ഒരു കവിള് തരിച്ചാൽ മറ്റേ കവിള് കാണിച്ചു കൊടുക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ഫിലോസഫിക്കലായിട്ട് പറയാം, അല്ലെങ്കിൽ ആ കാലത്ത് പറയാം. ദ കൗണ്ടർ പാർട്ട് മനസ്സിലാക്കും നോൺ വയലൻസ് ആണെന്ന്. പക്ഷെ അതല്ല, ഗാന്ധിജി തന്നെ പറഞ്ഞിരിക്കുന്ന പോലെ അക്രമത്തിനൊരു പരിഹാരമാകുന്നില്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ അക്രമത്തിലേക്ക് പോവാതെ നമ്മൾ സ്വയം ഡിഫെൻഡ് ചെയ്യുക. ഞാൻ ഇത് ബെയർ ചെയ്യില്ല, എന്നോട് ആരും അക്രമത്തിന് വരരുത് എന്നുള്ളൊരു ഇമ്മൻസ് കപ്പാസിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഫിസിക്കും മെൻ്റലും മൈൻഡും സ്പിരിറ്റുമൊക്കെ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നോബഡി ഈസ് ഗോയിങ് ടു ഡിസ്ട്രോയ് യുവർ മൈൻഡ്, നോബഡി ഈസ് ഗോയിങ് ടു കൊളാപ്സ് യുവർ ഇൻഡിവിജ്വാലിറ്റി. അപ്പോൾ അതാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ മൈൻഡ് ദാറ്റ് nobody is going to interfere your personal matters, your ideologies. ഇനി സ്നേഹം കൊണ്ടല്ലാതെ ഒരു ഇൻ്റർഫിയറൻസ് അവർക്ക് സാധ്യമാകാത്ത രീതിയിൽ നല്ല സ്ട്രെങ്ത് ഉള്ളൊരു മനസ്സുമായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. താങ്ക് യു സോ മച്ച്.